ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കിടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ഗീതയെയും ദാസിനെയും അടിച്ച് പുറത്താക്കി നമ്മുടെ സുജാത ഗംഗയെയും വിനീതിനെയും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അതിനുശേഷം ഗംഗയെ നിലവിളക്ക് കൊടുത്ത് വീട്ടിലോട്ട് കയറ്റുകയാണ്. അങ്ങനെ ഗംഗ വലതുകാല് വെച്ച് വീട്ടിലോട്ട് കയറുകയാണ്. കാവേരി നമ്മുടെ കുറിഞ്ഞിമലയിലുള്ള അരവിന്ദൻ വാങ്ങിച്ചെന്ന് പറയുന്ന ഭൂമിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. നിവിൻ്റെ കൂടെ ചേർന്ന് ആ ഭൂമി ആരുടെ പേരിലാണ് മേടിച്ചിരിക്കുക എന്നുള്ള കാര്യമൊക്കെ വാങ്ങിച്ച് രഘുരാമൻ്റെ അതൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ വസ്തുവിനകത്ത് ഭൂമി പൂജ നടക്കുന്ന കാര്യം നിവിൻ മുഖേന കാവേരി അറിയുന്നുണ്ട്. വീട്ടിൽ വന്നിരുന്ന് കാവേരി നല്ല വിഷമത്തിലിരിക്കുകയാണ്. ആ സമയത്ത് ശാരദയും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ വന്നപ്പോൾ തൊട്ട് നല്ല വിഷമത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നു, അമ്മേ കുറിഞ്ഞിക്കാടുള്ള അച്ഛൻ മേടിച്ചെന്ന് മുമ്പ് പറയാനുള്ള 5 ഏക്കർ ഭൂമിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്ത് പറ്റി മോളെ? ആ വസ്തു നമ്മുടെ അച്ഛൻ്റെ പൈസയ്ക്ക് മേടിച്ചതാണ്. അത് എങ്ങനെയാണ് ജയപാലൻ്റെ പേരിലായതെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടതെന്ന് പറയും. നീ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് നിൽക്കും. അതേ അമ്മേ, അച്ഛൻ വർഷങ്ങളോളം മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ ആ ജയപാലൻ അച്ഛനെ ചതിച്ച് 5 ഏക്കർ ഭൂമി കൈക്കലാക്കിയത്. അച്ഛനാണ് ആ വസ്തു മേടിക്കാനായിട്ട് ആഗ്രഹിച്ചതും നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. നമുക്ക് വേണ്ടി അച്ഛൻ ആ വസ്തു മേടിക്കാൻ തയ്യാറായത്. അതിനുള്ള എഗ്രിമെൻറ്റും ചെയ്ത് പൈസയും ജയപാലനെ ഏൽപ്പിച്ചു. പക്ഷേ വസ്തു എഴുതിയ സമയത്ത് അയാളുടെ പേരിലാണ്. അയാൾ നമ്മുടെ അച്ഛനെ ചതിച്ചാണ്. ആ ആഘാതം സഹിക്കാൻ വയ്യാതാണ് അച്ഛൻ മരണപ്പെട്ടതെന്നൊക്കെ കാവേരി വീട്ടിൽ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ശാരദയും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ഈശ്വര, അയാൾ ഇങ്ങനെ എടുത്താനാണോ? ഞാൻ അയാളെ എന്ത് വിശ്വസിച്ചതാ? സ്വന്തം സഹോദരൻ്റെ കണക്കാണ് അയാളെ ഞാൻ കണ്ടത്. അയാൾ അങ്ങനെ കാണാനാണ് അരവിന്ദേട്ടൻ എന്നെ പഠിപ്പിച്ചത്. എന്നിട്ടും അയാൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ദുഷ്ടത്തിന് എൻ്റെ അരവിന്ദേട്ടനോട് ചെയ്യാൻ? മുത്തശ്ശിയും പറയും, അവന് ഞാൻ എന്തോരം ആഹാരം എൻ്റെ കൈകൊണ്ട് വാരി കൊടുത്തേക്കുന്നു. അവനെ അരവിന്ദനെ ഞാൻ എൻ്റെ സ്വന്തം മക്കളാണ് കണ്ടത്. അവനെങ്ങനെ എൻ്റെ മോനോട് ഇങ്ങനെ ശ്രദ്ധ ചെയ്യാൻ പറ്റുന്നു? ഇന്ന് ആ വസ്തുവിൻ്റെ ഭൂമി പൂജ നടക്കുകയാണ് അവിടെ. നമ്മളെല്ലാവരും അവിടെ ചെല്ലണമെന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നമ്മളവിടെ ചെന്നിട്ട് എന്താ മോളെ കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി, ആ ഭൂമി പൂജ അവിടെ നടക്കാൻ പാടില്ല. കാരണം അത് എൻ്റെ അച്ഛൻ്റെ കാശിന് മേടിച്ച വസ്തുവാണത്. അവിടെ ചെല്ലാൻ ഏറ്റവും കൂടുതൽ അധികാരം നമുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അവിടെ പോവുകയും വേണം. ആ ഭൂമി പൂജ തടയുകയും ചെയ്യണമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കാവേരിക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെ മുത്തശ്ശിയും ശാരദയും യമുനയും നിളയും എല്ലാവരും കൂടി ചേർന്ന് ജയപാലൻ വാങ്ങിച്ചു എന്ന് പറയുന്ന കുറിഞ്ഞിക്കാടുള്ള വസ്തുവിലോട്ട് വരികയാണ്. ആ സമയത്ത് അവിടെ ജയപാലനും പ്രവീണയും നിവിൻ്റെ അമ്മ രാജേശ്വരിയും നിവിനും എല്ലാവരും ഉണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി വന്ന് ഇരിക്കുമ്പോൾ തിരുമേനി പറയും, ജയപാലൻ ഇരിക്കാൻ പറയും. അങ്ങനെ ഭൂമി പൂജയ്ക്കുള്ള പൂക്കളും ഒക്കെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ജയപാലൻ സാറേ എന്ന് വിളിച്ചുകൊണ്ട് കാവേരിയുടെ ശബ്ദം. കാവേരി കാണുന്നതും ജയപാലൻ ചോദിക്കും, ഇവളെന്താ ഇവിടെ? അതും എല്ലാവരെയും കൂട്ടിക്കൊണ്ട്. പെട്ടെന്ന് ജയപാലനൊന്ന് പാനിക് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് രാജേശ്വരി ചോദിക്കും, ഇവളെന്താ ഇവിടെ? അതും എല്ലാവരെയും കൂട്ടി, ഇപ്പോൾ വരേണ്ട കാര്യം എന്തുവാ? അപ്പോൾ നിവിൻ പറയും, എന്തെങ്കിലും കാര്യമില്ലാത്ത കാവേരി വരത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് എല്ലാവരെയും കാണുമ്പോൾ പ്രവീണും ചോദിക്കും, ഇതെന്ത് പറ്റി എല്ലാവരുമായിട്ടെന്നൊക്കെ. അങ്ങനെ വരും, എന്താ ഇവിടെ നടക്കുന്നത്? എന്താ കണ്ടാലത് ഭൂമി പൂജ എന്ന് പറയും. നിങ്ങളെന്താ ഇവിടെ? ഇതൊരു ഭൂമി പൂജ നടക്കുന്ന സ്ഥലം, ഇവിടെ സദ്യയൊന്നും ഇല്ലെന്ന് പറയും. ഓ, സദ്യ മാത്രം ആക്കണ്ട, എൻ്റെ അച്ഛൻ്റെ കാശിന് മേടിച്ച വസ്തുവില്ലേ, അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്കൊന്ന് കാണാമെന്ന് കരുതി. നിൻ്റെ അച്ഛൻ്റെ കാശിനോ? ഞാൻ മുമ്പേ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ ഇത് എൻ്റെ കാശിന് ഞാൻ മേടിച്ച വസ്തു എന്നുള്ളത്. അങ്ങനെ പറയാതെ ജയപാല. ഉടനെ ഇത് എൻ്റെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിന് മേടിച്ച ഭൂമി, ഈ 5 ഏക്കർ ഭൂമി. ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാനീ പറയുന്നത്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഈ വസ്തു മേടിച്ചിരിക്കുന്നത് പോലും എനിക്കറിയാം. നിങ്ങൾ എൻ്റെ അച്ഛനെ ചതിച്ചിട്ടാണ് ഈ 5 ഏക്കർ വസ്തു നിങ്ങൾ കൈക്കലാക്കിയിരിക്കുന്നത്. ആ മനസ്സിൻ്റെ ആഘാതം സഹിക്കാൻ വയ്യാതാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടതെന്ന് പറയും. ഉടനെ ശാരദയും പറയും, നിങ്ങളെ ഞാൻ ഇങ്ങനെ അല്ല ജയപാലേട്ട കരുതിയത്. നിങ്ങളെ സ്വന്തം ഒരു സഹോദരനെ കണക്കല്ലേ ഞങ്ങൾ കണ്ടത്. എൻ്റെ അരവിന്ദേട്ടൻ്റെ മരണശേഷം നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളെ ഒരു സ്വന്തം സഹോദരനെ കണക്ക് കാണും. അതിനുശേഷം നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? മുത്തശ്ശിയും പറയും, നീ ഇങ്ങനെ ഒരുത്തനാണോടാ? എൻ്റെ മോനെ ചതിച്ചിട്ട് നിനക്ക് എങ്ങനെ തോന്നിയടാ ഇത്രയും വലിയൊരു കള്ളം നിനക്ക് ചെയ്യാൻ? ആ കുടുംബത്തെ നീ വയ്യാതാരമാക്കിയില്ലേടാ, നീ മുടിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രാവുകയാണ്. ആ സമയത്ത് ജയപാലൻ പറയും, ഇവിടെ നിന്ന് പ്രാവാനെടുക്കാനും പറ്റത്തില്ല, മര്യാദയ്ക്കല്ല ഇവിടെ ഇറങ്ങി പൊയ്ക്കോണമെന്ന് പറയും. അങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ പൈസയ്ക്ക് മേടിച്ച ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കാണെന്നുള്ളത് ഞാൻ തെളിയിച്ചിരിക്കും. എനിക്ക് നീ പോയി തെളിയിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ അവിടെ ഒരു വാഗ്വാദം നടക്കുകയാണ്. ആ സമയത്ത് പ്രവീണ പറയും, ശാരദ എന്താ ഇത്? ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് നീ എന്തിനാ എല്ലാവരും കൂട്ടിക്കൂടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഉടനെ കാവേരി പറയും, പ്രവീണേൻ്റെ കാര്യം അറിയാൻ സംസാരിക്കരുത്. ഞാൻ സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ സംസാരിക്കുന്നതെന്ന് പറയും. ദയവ് ചെയ്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നീ മക്കളെ വിളിച്ചുകൊണ്ട് പോ ശാരദയെന്ന് പറയും. അങ്ങനെ കാവേരിയും കൂട്ടിക്കൊണ്ട് ശാരദ അങ്ങ് പോവുകയാണ്.
ശേഷം നിവിനോട് രാജേശ്വരി സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാ എപ്പോഴും അവൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത്? അതൊന്നും ജയപാലേട്ടന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിനക്ക് വേണ്ടിയാണ് ജയപാലേട്ടൻ ഈ വസ്തു മേടിച്ചിരിക്കുന്നത് പോലും പറയും. എനിക്ക് വേണ്ടി? അതെ, ജയപാലേട്ടൻ്റെ മകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും. അവൾ വന്നതിന് ശേഷം നിൻ്റെ അവളുടെ വിവാഹം നടത്താനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തണമെന്ന് പറയും. ആ സമയത്ത് ജയപാലൻ പറയും, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല നിവിൻ, നീ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നു വയ്ക്കും. അങ്കിളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള തിരുത്താനൊരു അവസരം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്കിൾ എന്തെങ്കിലും രീതി അരവിന്ദൻ അങ്കിൾ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് വാങ്ങിച്ച വസ്തു, അവരുടെ പൈസയ്ക്ക് മേടിച്ച വസ്തു അത് അവർക്ക് തിരിച്ചു തന്നെ കൊടുക്കണമെന്ന് പറയും. നിന്നോട് ആര് പറഞ്ഞു ഞാൻ അരവിന്ദനെ ചതിച്ചെന്നുള്ളത്? ഇത് എൻ്റെ പേര് ഞാൻ മേടിച്ച വസ്തു, എൻ്റെ പൈസയ്ക്ക്, അല്ലാതെ അരവിന്ദൻ്റെ കാശിനല്ല ഞാൻ ഈ വസ്തു മേടിച്ചേക്കുന്നതെന്നൊക്കെ നിവിനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയും, മതി, ഇനി അതിൻ്റെ പേരിൽ സംസാരമൊന്നും വേണ്ട. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇത് നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചിട്ടതാണ്. എൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിവാഹ സമ്മാനമാണിത്. നിനക്കിഷ്ടമുള്ള രീതിയിൽ ഈ വസ്തു ഉപയോഗിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ രാജേശ്വരി പറയും, മതി ജയപാലേട്ട, എന്തായാലും നമ്മൾ വന്നത് ഇതിനൊന്നും അല്ലല്ലോ, ആദ്യം ഈ ഭൂമി പൂജ നടക്കട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നിവിനെ കാവേരി ഫോൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിവിനും കാവേരിയായിട്ട് പറയും, നമുക്ക് നേരിട്ട് കാണണമെന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ പുറത്ത് വെച്ച് കാണുന്നുണ്ട്. പക്ഷേ ഈ നിവിനും കാവേരിയും തമ്മിലുള്ള അടുപ്പം നമ്മുടെ രാജേശ്വരിക്കും ജയപാലിനും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ജയപാലിൻ്റെ മകൾക്ക് വേണ്ടിയാണല്ലോ നിവിനെ വിവാഹം ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ രാജേശ്വരിയും കൂട്ടിക്കൊണ്ട് ജയപാലൻ നേരെ വരുന്നത് കാവേരിയുടെ വീട്ടിലോട്ടാണ്. കാവേരിയുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷം ശാരദ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശാരദയോട് പറയുന്നുണ്ട്, മക്കളെ അഴിച്ചു വിട്ടേക്കുവാന്നല്ലേ, കാശിയുടെ വീട്ടിൽ ആമ്പിള്ളേർ തട്ടിയെടുക്കാൻ വേണ്ടിയാണല്ലേ മക്കളെ വളർത്തുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശാരദയോട് തയ്യാറുക്കുന്നുണ്ട്. ഉടനെ ശാരദ പറയും, രാജേശ്വരി കാര്യം അറിയാതെ വെറുതെ സംസാരിക്കില്ലെന്ന് പറയും. പിന്നെ എന്ത് കാര്യം, എന്തിനാ അവളെപ്പോഴും എൻ്റെ മോൻ്റെ പുറമേ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കാവേരിയെക്കുറിച്ച് രാജേശ്വരി ദേഷ്യപ്പെട്ട് സംസാരിക്കും. കാവേരി ഒരിക്കലും അങ്ങനെ നിവിനെ കറക്കിയെടുക്കാനൊന്നും നോക്കിയിട്ടില്ല. അവർ തമ്മിൽ സുഹൃത്തുക്കൾ മാത്രം. എന്തെങ്കിലും ആവശ്യത്തിന് നിവിൻ അവളെ സഹായിക്കുമെന്നല്ലാതെ അതിനപ്പുറമുള്ള ബന്ധമൊന്നും അവൾക്കില്ല. അങ്ങനെ മറ്റുള്ള കാശുള്ള വീട്ടിൽ ആമ്പിള്ളേരെ കറക്കിയെടുക്കാമെന്ന് ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെന്നും പറയും. അത് കാണുന്നുണ്ടല്ലോ, എപ്പം നോക്കിയാലും എൻ്റെ മോൻ്റെ പുറകെ അവളെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദ പറയും, ഞാൻ എൻ്റെ മകളെ നിയന്ത്രിച്ചോളാം, നിങ്ങളുടെ മകനെ നിയന്ത്രിച്ച് നിർത്തിയാൽ മതിയെന്ന് ശാരദയും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ വരുന്ന കാവേരിയോട് ശാരദ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനും നിവിൻ്റെ സഹായം ആവശ്യപ്പെടുന്നത്? അതിൻ്റെ പേരിൽ ആ രാജേശ്വരിയും ജയപാലനും കൂടി ഇവിടെ വന്ന് കിടന്ന് ബഹളമായിരുന്നു. ഇനി മേലെ നീ നിവിനെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് കാവേരിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് കേൾക്കുന്ന കാവേരിക്ക് പെട്ടെന്ന് ദേഷ്യമാണ്. അങ്ങനെ നിവിനെ വിളിച്ച് കാവേരി പറയുന്നുണ്ട്, ഇനി മേലെ നിവിൻ്റെ അമ്മയും അമ്മാവനും ഇവിടെ വന്ന് എന്തെങ്കിലും രീതി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാനറിയാമെന്ന് പറയും. എന്ത് പറ്റി കാവേരി എന്ന് ചോദിക്കും. ഞാൻ എപ്പോഴാണ് നിവിനെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാവേരി നിവിനോട് സംസാരിക്കുകയാണ്. അത് കാവേരി അമ്മ മറ്റൊന്നും ഉദ്ദേശം ആയിക്കില്ല സംസാരിച്ച്, എന്തുദ്ദേശമാണെങ്കിലും മേല എന്നെക്കുറിച്ച് അപവാദം പറയാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് വരരുതെന്ന് പറഞ്ഞ് നിവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.